കരൂർ ദുരന്തത്തിൽ ടിവികെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസിന്റെ മൊഴി. റാലിയിൽ വലിയ ജനപങ്കാളിത്തമുണ്ടാകുമെന്ന് ടിവികെ അറിയിച്ചില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, സമാനമായ കാര്യങ്ങൾ നേരത്തെ തന്നെ തമിഴ്നാട് സർക്കാർ എല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് പോലീസ് എവിടെയാണ് ഇങ്ങനൊരു കാര്യം വ്യക്തമാക്കിയത്? ദില്ല, ഞാനിപ്പോൾ ഉള്ളത് CBI ആസ്ഥാനത്തിന് മുമ്പിലാണ്. ഇവിടെയാണ് വിജയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ തമിഴ്നാട് പോലീസ് വിജയ്ക്കെതിരെ ഒരു മൊഴി CBIക്ക് നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച വിജയെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സായുധ പോലീസ് DGP ആയിട്ടുള്ള ഡേവിഡ്സൺ ദേവാശീർവാദത്തിൻ്റെ മൊഴി കൂടി CBI രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പറയുന്നത് റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് TVK നേതൃത്വം അറിയിച്ചിരുന്നില്ല എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. ഈ 10,000 എന്നുള്ളത് 30,000-ലധികം പേർ എത്തിയത് അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണങ്ങളിലൊന്ന് എന്ന് CBIയോട് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ വിജയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ CBI വിജയിൽ നിന്ന് തേടും. ഒപ്പം തന്നെ കേസിൽ ഇതിനോടകം TVK പാർട്ടി നേതാക്കളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയും വിജയുടെ മൊഴിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ CBI പരിശോധിക്കും. എന്തായാലും കേസിലേറെ നിർണായകമാണ് ഈ പോലീസ് നൽകിയ മൊഴിയും ഒപ്പം തന്നെ വിജയ് ഈ എന്താണ് ഈ തമിഴ്നാട് പോലീസിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജയ് നൽകുന്ന മറുപടി എന്താണ് എന്നുള്ളതും ഈ കേസിലേറെ നിർണായകമാണ്. ഇനി ഈ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഈ ദുരന്തത്തിന് പിന്നിൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി, ദുരന്തത്തിൻ്റെ ഉത്തരവാദി ആരാണ് എന്നുള്ള ഫൈൻഡിങ്സിലേക്ക് CBI കടക്കുക. എന്തായാലും നിലവിലിപ്പോൾ വിജയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച നൽകിയ മൊഴികളിൽ ചിലതിൽ വ്യക്തത കൂടി CBI ഇത്തവണ തേടും. അതിലേറെ പ്രധാനപ്പെട്ടത് ഈ വേദിയിലേക്ക്, കരൂർ വേദിയിലേക്ക് വിജയ് വൈകിയെത്തിയത് 7 മണിക്കൂറായിരുന്നു. അതിൻ്റെ കൃത്യമായ കാരണം എന്താണ്? ഒപ്പം തന്നെ ഈ അപകടം തിരിച്ചറിഞ്ഞിട്ടും പ്രസംഗം തുടരുന്നത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ചൊരു അറിവ് ലഭിച്ചിരുന്നില്ലേ? ഇങ്ങനൊരു അപകടം നടക്കുന്നതിനെക്കുറിച്ച് അറിവ് ലഭിച്ചിരുന്നില്ലേ? ഒപ്പം തന്നെ ഇതിൽ TVK ഒരു ഗൂഢാലോചന ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അത് കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളിൽ കൂടി വിവരങ്ങൾ ഇന്ന് CBI തേടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിലിപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തൽ CBI ആസ്ഥാനത്ത് തുടരുകയാണ്. വൈകിട്ടോടുകൂടി തന്നെ ഇത് പൂർത്തിയാകും എന്നുള്ള വിവരമാണ്. ഏതെങ്കിലും അവ്യക്തത വീണ്ടും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വിജയെ സംബന്ധിച്ച് കൂടി നിർണായകമാകും. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട വിജയുടെ മൊഴി 2ാം തവണയും രേഖപ്പെടുത്തുകയാണ് CBI. ഇതിനിടെയാണ് പോലീസ് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. ഇത് വിജയ്ക്ക് വലിയ രീതിയിൽ കുരുക്കാകുന്ന മൊഴിയാണെന്നാണ് അച്യുതൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.